പോണതിൻ്റെ തിരക്കിൽ എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞി ബേബിയുടെ നെയിമിങ് സെറമണി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ടാറ്റാ. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായില്ല. എല്ലാവരും കൂടി ഒരുമിച്ച്, എല്ലാവരും പല സ്ഥലത്തല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയത് പ്രോഗ്രാമിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ കുറേ ഫണ്ണി മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് ക്ലിപ്സാണ് ഇപ്പോൾ ഇനി കാണാൻ പോണത്. ഗൈസ്, നമ്മളുടെ ഇന്നത്തെ മേക്കപ്പ് പരിപാടി തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇന്നത്തെ എൻ്റെ പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പം നമ്മളുടെ യുദ്ധം തുടങ്ങാൻ പോണിയാണ്. അപ്പോൾ ആദ്യം തന്നെ മുടിയിൽ നിന്നാണ് തുടങ്ങിയത്. കാരണം ഗേൾസിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നല്ല ടൈം എടുക്കും. അപ്പം നമ്മൾ മുടിയിൽ തുടങ്ങി. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു വിറ്റുണ്ടായിരുന്നു. ഇവർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ കണ്ടില്ല. ഞാൻ തന്നെയാണ് പാത്തുവിന് ഫോൺ എടുത്ത് കൊടുത്തത് വ്ളോഗ് ചെയ്ത് ക്യാമറ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ വെച്ചതെന്ന് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ഭയങ്കര നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്നേ. അതിൻ്റെ ഇടയിൽ പാത്തുവിൻ്റെ ട്രോളാട്ടോ. സോ നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദിസ്. നമ്മുടെ കുഞ്ഞിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഹറി ബറി ആയിട്ട് വേഗം പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ്. We are hosting an event like this for our first time, so if we have some mistake, please forgive. So, ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫോർഗീവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വാം വെൽക്കം. ആദ്യം നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. അതിനായിട്ട് ബിരിയാണിനെ സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോണത് ജുബുയുടെ ഒരു അറബിക് സോങ് ആണ്. ജുബുയുടെ ലിറ്റിൽ ബ്രദറിന് വേണ്ടി ജുബു ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ കുഞ്ഞിൻ്റെ പാരൻസും ഗ്രാൻഡ് പാരൻസും ചേർന്നിട്ട് ഒരു തിരി കൊളുത്തിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ താരത്തിൻ്റെ എൻട്രിയാണ്. അങ്ങനെ നമ്മളൊരു അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടാണ് കുഞ്ഞിനെ നമ്മൾ വെൽക്കം ചെയ്യണം സ്റ്റേജിലേക്ക്. പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടിട്ടാണ് ഇപ്പം നമ്മൾ വോയിസ് ഓവർ എടുക്കണം. അല്ലെങ്കിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് കേൾക്കായിരുന്നു. സ്നേഹം നിറഞ്ഞ എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ്. എന്തായാലും ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുക. ഇനി നമ്മൾ മോസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൊമെൻ്റാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ പേരറിയാൻ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ പേര് റിവീൽ ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ പേര് ദേവറാം എന്നാണ് കുഞ്ഞിൻ്റെ പേര്. നമ്മൾ വീട്ടിൽ വിളിക്കണത് മിട്ടു എന്നാണ്. നമ്മൾ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യം നൂലുകെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പേരൊക്കെ റിവീൽ ചെയ്തത്. ഞാൻ എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ ചെറുതായിട്ടൊന്ന് തലതിരിഞ്ഞ് പോയിരുന്നു. പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പിള്ളേർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. കുഞ്ഞിന് മാത്രമല്ല ജിബുവിനും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു.
അത് കഴിഞ്ഞ് നമ്മൾ കലാപരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ അപ്പയുടെ രമണിയമ്മയുടെ ഒരു ഡുവറ്റ് സോങ്ങിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ബിന്ദുമ്മയുടെ വക ഒരു പാട്ടുണ്ടായിരുന്നു. ബിന്ദുമ്മ നല്ലൊരു ഗായികയായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗേൾസ് ടീമിൻ്റെ പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് ഫുൾ ഓഫ് ബ്ലാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ടായിരുന്നു. ഉന്നയിക്കാണ് അതെന്നുള്ള സോങ് ഇല്ലേ കമൽ ഹാസൻ്റെ, ആ പാട്ടാണ് അമ്മ കളിച്ചത്. നമ്മുടെ മാസങ്ങളുടെ പരിശ്രമമാണ് ഇന്ന് അവിടെ കണ്ടത്. പക്ഷെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നമുക്ക് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ പനങ്ങാടൻ ഗേൾസിൻ്റെ വക ഒരു അടിപൊളി മാഷപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഡാൻസ്. ഈ പാട്ടിൽ നമ്മൾ മധുരയ്ക്ക് പോകാതടി, ജിങ്കി ജിങ്കി അങ്ങനത്തെ കുറേ പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ആ ഒരു ഒറ്റ ഇഷ്യൂ കാരണമാണ് എനിക്കിത് ഇടാൻ പറ്റാത്തത്. വോയിസ് ഓവറിൽ കൊടുക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു. ശരിക്കും ഒരു കല്യാണം കൊണ്ടാടിയ പോലത്തെ ഒരു ഫീൽ. വേറൊരു ഇതെന്ന് വെച്ചാൽ പ്രോഗ്രാമിൻ്റെ ആ ഒരു വീക്ക് ഉണ്ടായിരുന്നല്ലോ, ആ വീക്ക് എത്തിയപ്പോൾ ശരിക്കും നമ്മൾ പർച്ചേസിനൊക്കെ പോകില്ല, ഡ്രസ്സ് എടുക്കാനും അതെടുക്കാനും ഇതെടുക്കാനൊക്കെ പോകുമ്പോൾ ആ കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണ പോലത്തെ ഫീലായിരുന്നു. പർച്ചേസിന് പോയി തുടങ്ങിയപ്പോഴേ എനിക്ക് ശരിക്കും അത്രയും നാളൊരു ഫീൽ ഉണ്ടായില്ലോ, സാധാ ഒരു നൂല് കെട്ടുന്നുള്ളൊരു ഫീലായിരുന്നേ. എന്നാലും ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ വീക്ക് ആയപ്പോഴത്തേക്കും ശരിക്കും പ്രോഗ്രാം ഒരു ഭയങ്കര ഗ്രാൻഡ് ആക്കണം. നമ്മുടെ ഫാമിലിയിൽ കുറേ നാൾക്ക് ശേഷം കഴിഞ്ഞ് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് എത്രത്തോളം കളറാക്കാവോ അത്രത്തോളം കളറാക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതുപോലെ അത്രത്തോളം കളറായിരുന്നു. അടിപൊളി ഫംഗ്ഷനായിരുന്നു. ശരിക്കും നല്ല ഗ്രാൻഡായിട്ട്, നമ്മൾ വിചാരിച്ചതിലും ഗ്രാൻഡായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റി. ഒരു പ്രോഗ്രാം നല്ലൊരു ഹാപ്പി എൻഡിങ്ങിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെ വിചാരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നല്ല ഗ്രാൻഡാക്കി നല്ല സെലിബ്രേറ്റിംഗ് മോഡാക്കി വയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. ആൻഡ് എസ്പെഷ്യലി കണ്ണമാമൻ ആൻഡ് രമ്യാമിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം നിങ്ങൾ കാരണമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി നൂലുകെട്ട് ഫംഗ്ഷൻ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.